അതേപോലെ ഞാൻ വണ്ടി പോകുമ്പോ ആലോചിച്ചൊരു സംഭവമാണ് CID മൂസ സിനിമയിലെ പാട്ടുണ്ട് മേനെ പ്യാറിക്ക. അതിന്റെ ലിറിക്സ് എഴുതിയത് നാദിർഷയാണ്. പക്ഷെ എന്തൊരു ബ്രില്യന്റ് ആയിട്ടാണ് ലിറിക്സ് എഴുതിയത്. കാരണം സമീർ പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞു. അതെ, എത്രയോ ഹിന്ദി സിനിമകള് കൂട്ടിയിട്ടാണ് ഈ പാട്ടുണ്ടാക്കിയത്. എത്രയോ ഹിന്ദി സിനിമകളെ പേര് കൂട്ടിയിട്ട് ആർക്കും പാട്ടുണ്ടാക്കാം. പക്ഷെ ആ കൂട്ടിയ പേരുകൾക്ക് അർത്ഥം ഉണ്ടാവുന്ന രീതിയിൽ അത് ഓർത്തിണക്കാന്ന് വെച്ചാല് അതെ. മേനെ പ്യാർ കിയ സിനിമന്റെ പേരാ, അതായത് ഞാൻ നിന്നെ സ്നേഹിച്ചു. പ്യാർ കിയാത്തോ ഡർന കിയ സിനിമന്റെ പേരാ, സ്നേഹിച്ച പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം. അക്കേലെ ഹം അക്കേലെ തും സിനിമന്റെ പേരാ, ഞാൻ ഒറ്റക്ക് നീ ഒറ്റക്ക്. കബി ഖുഷി കബി ഗം സിനിമന്റെ പേരാ, ചിലപ്പം സന്തോഷം ചിലപ്പം ദുഃഖം. കുച്ചു കുച്ചു കെഹനാ ഹെ സിനിമന്റെ പേര്. എന്തെങ്കിലൊക്കെ പറയാനുണ്ടോ? കുച്ചു കുച്ചു ഹോത്താ ഹെ. എനിക്ക് എന്തൊക്കെ തോന്നുന്നു, എങ്ങനെ ഇത് എഴുതി വെച്ചത് പേര്. അതെ, സംഭവം ശരിയാണ്, എല്ലാ മൂവി ടൈറ്റിൽസ്. പക്ഷെ എങ്ങനെ ഇത് കറക്റ്റ് അറേഞ്ച്, അതായത് ആ ത്രൂ ഔട്ട് ദ സോങ് അതിന്റെ ലിറിക്സ് ഒക്കെ ദേ മേക്ക് സെൻസ്. എല്ലാത്തിനും അതിന്റെ ആ ഒരു കറക്റ്റ് മീനിങ്. ഫുള്ള് സിനിമയുടെ ടൈറ്റിൽസ് വെച്ച് ഉണ്ടാക്കിയത്, വേറെ ഫിൽ വേർഡ്സ് ഒന്നും ഇല്ല. അതെ, ഞാന് വർക്കിന് പോകുമ്പോ എന്റെ കൂടെ വരുന്ന ഒരു മുംബൈയിലൊരു പയ്യനുണ്ട്. അപ്പം സാധാരണ നമ്മള് മലയാളം പാട്ടിടും, തമിഴ് പാട്ടിടും. ഇവൻ തമിഴില് മറ്റേ മാരിയിലെ ഡോൺ ഡോൺ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിട്ടിട്ടാ പോലെ. അങ്ങനെ ഒരു ദിവസം ഞാന് ഈ പാട്ട്, ഇത് ഫുൾ ഹിന്ദി ആണല്ലോ, അപ്പൊ അവർക്ക് മനസ്സിലാവല്ലോ. അതില് ഇവന് കുറച്ച് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഇത് ഫുൾ സിനിമ പേരാണ്. എന്നിട്ട് ഇത് ഏതാ പാട്ട്? അതില് ഞാന് യു ആസ്ക്ഡ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. അതെ, കേട്ട് ഞാൻ ഇവര് പറഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു സിനിമയില് ഇതാണ് സിറ്റുവേഷൻ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനില് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് ഈ പാട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു. കൊള്ളാം. കൊള്ളാം. അതെ.